നമസ്കാരം. കുമറെ, ഒരു 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ഇന്ന് വീണ്ടും സുദീർഘമായ ഒരു വിദേശയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഏകദേശം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിൽ 5ഓളം രാജ്യങ്ങളിലാണ് സന്ദർശിക്കുക, 2 ഭൂഖണ്ഡങ്ങളിലായി. പ്രത്യേകിച്ചും ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ഈ ഒരു അവസരത്തിൽ ലോകരാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്ത്യയെ വലിയ വാണിജ്യ ശക്തിയായിട്ടും സാമ്പത്തിക ശക്തിയുമായിട്ടും ഒക്കെ കണ്ടു തുടങ്ങി. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു യാത്ര വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. പക്ഷേ അദ്ദേഹം ഈ പ്രാവശ്യം തിരഞ്ഞെടുത്തിരിക്കുന്ന രാജ്യങ്ങളാണ് അതിലേറെ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നത്. കാര്യം വലിയ ഭീമൻ രാജ്യങ്ങളൊന്നുമല്ല, ചെറിയ രാജ്യങ്ങളാണ്, ഇല്ലേ? ആഫ്രിക്കയിലെ ചെറിയ ചെറിയ രാജ്യങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം സഞ്ചരിക്കുന്നത്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം? ഇത് ഈ പറയുന്നത് പോലെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ലോകം ഉറ്റുനോക്കുകയാണ്. ഇതൊരു നയതന്ത്രപരമായ ഒരു സമീപനമാണോ, അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഇതിന് പിന്നിലുണ്ടോ? ഇല്ല, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട നയതന്ത്ര ബന്ധങ്ങൾ അത് സ്ഥാപിക്കുക, പുതുക്കുക, ഇതൊക്കെ തന്നെയാണ് ഈ യാത്രയുടെ ഉദ്ദേശം. നമ്മളെപ്പോഴും വൻകിട രാജ്യങ്ങൾ, ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിക്കുന്നു, റഷ്യ സന്ദർശിക്കുന്നു, ചൈന സന്ദർശിക്കുന്നു. ഇത്തരം സന്ദർശനങ്ങൾ മാത്രമേ നമ്മൾ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന സന്ദർശനം എന്നൊക്കെ കാണാറുണ്ടായിരുന്നുള്ളൂ. കാരണം അമേരിക്കയിൽ പോയാൽ അമേരിക്ക ഏതെങ്കിലും പദ്ധതികളുടെ പേരിൽ കുറച്ച് ഡോളർ ഇന്ത്യക്ക് വായ്പ തരുമായിരുന്നു പണ്ട് കാലത്ത്. ഇല്ലെങ്കിൽ IMF, വേൾഡ് ബാങ്കോ ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ളൊരു വിദേശ നിക്ഷേപം അല്ലെങ്കിൽ പദ്ധതിക്ക് പണം തരിക, സഹായം, ഇതിനൊക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ പണ്ട് ഈ വൻകിട രാജ്യങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് ലോകത്തിലെ ഏത് രാജ്യത്തിന് മുന്നിലും ഈക്വൽ സ്റ്റാറ്റസോടുകൂടി നിലനിൽക്കാൻ ഇന്ത്യക്ക് സാധിക്കും. അത് ഇന്ത്യ ഈ അടുത്ത കാലത്ത് വളരെ കുറച്ച് സമയം കൊണ്ട് ആർജിച്ചെടുത്ത ഒരു സ്ഥാനം, ഒരു പദവിയാണത്. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ആമുഖത്തിൽ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാകുന്നത്. കാര്യം എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾ, ഈ ആഫ്രിക്കയിലെ ഇത് ഈ പറയുന്നത് പോലെ വലിയ പെരുമയുമുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഈ രാജ്യങ്ങളിലേക്കുള്ള ഒരു സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അല്ല, അത്തരം രാജ്യങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വ്യാപാരം ആരംഭിക്കുന്ന ഒരു അല്ലെങ്കിൽ ഉൽപ്പാദനവും കയറ്റുമതിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ, നമ്മുടെ GDP ഉയർത്താൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഇത്തരം രാജ്യങ്ങളുമൊക്കെയായും നമുക്ക് നല്ല ബന്ധം ആവശ്യമാണ്. ഇവരെ ഒന്നും നമുക്ക് അവഗണിക്കാൻ സാധിക്കില്ല. ഇവരെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് നമ്മൾ പലപ്പോഴും ഇത് ചെറിയ രാജ്യമാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവർക്കും അവരുടേതായ പൊട്ടൻഷ്യലുണ്ട്. അവരെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമ്പന്നരാണ്. ഉദാഹരണത്തിന് പ്രധാനമന്ത്രി ഇന്ന് സന്ദർശിക്കുന്ന രാജ്യം ഘാന തന്നെ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഖനിയാണ്. ഖനി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് സാധാരണ ഖനിയൊന്നുമല്ല. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം. അതിൽ തന്നെ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതിൽ തന്നെ 70% ഇറക്കുമതി ചെയ്യുന്നത് ഖാനയിൽ നിന്നാണ്. അപ്പോൾ ആ രാജ്യവുമായിട്ടുള്ള ബന്ധത്തിന് പ്രാധാന്യം ഉണ്ടോ? ഇല്ല. അതെ, തീർച്ചയായും. 70% സ്വർണം ഇന്ത്യ ഒരു രാജ്യത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട് എങ്കിൽ ആ രാജ്യത്തേക്ക് തീർച്ചയായും നമ്മൾ നയതന്ത്ര ബന്ധം വ്യാപിപ്പിക്കണം. അത് മുൻകാലങ്ങളിൽ നമ്മൾ അവഗണിച്ച മേഖലകളാണ്. മുൻകാലങ്ങളിൽ നമ്മൾ അവരെ അത്ര കണ്ട് മൈൻഡ് ചെയ്തിരുന്നില്ല. മാത്രമല്ല, നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് 3 പ്രധാനപ്പെട്ട മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം ഡിഫൻസാണ്, പ്രതിരോധമാണ്. അവിടെ നിന്ന് എന്തെങ്കിലും പ്രതിരോധ ഉപകരണങ്ങൾ നമുക്ക് കിട്ടുമെന്നല്ല. കാരണം ഇന്ത്യ പ്രതിരോധ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ. അതെ, ഇന്ത്യ പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും പുതിയ പുതിയ വിപണികൾ കണ്ടെത്തേണ്ടതുണ്ട്. അതെ, ഇത്തരം രാജ്യങ്ങളുമായി ഉള്ള ഈ ഭാവിയിലെ പ്രതിരോധ വ്യാപാരവുമായി ബന്ധപ്പെട്ട സാധ്യതകൾ പ്രധാനമന്ത്രിക്ക് ആരായാം. അത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ റെയർ എർത്ത് മിനറൽസ് ആണ്. വളരെ അസുലഭമായ ധാതുക്കൾ. അത് ഈ പറയുന്ന ഇത്തരം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സുലഭമാണ്. സെമി കണ്ടക്ടർ പോലെയുള്ള മേഖലകളിൽ ഇന്ത്യക്ക് മുന്നേറേണ്ടതുണ്ട്. ഇന്ത്യക്ക് അതുമായി ബന്ധപ്പെട്ട ഈ അസംസ്കൃത വസ്തുക്കളുടെ കുറവുണ്ട്. അത് നമ്മുടെ ചൈനയെ അപേക്ഷിച്ച് ഇന്ത്യ ആ ഒരു രംഗത്ത് അല്പം പിന്നിലാണ്. അപ്പോൾ ആ ഒരു പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കണം. മാത്രമല്ല, ഈ മൂന്നാമത്തത് സ്വാഭാവികമായും ടെററിസമാണ്. തീവ്രവാദത്തിനെതിരെ ഒന്നിക്കുക, അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ അത് നമ്മളുമായി ഷെയർ ചെയ്യുക, നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അവരുമായി ഷെയർ ചെയ്യുക, ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയുള്ള ഒരു ഇന്ത്യയുടെ ഒരു വ്യാപിപ്പിക്കൽ, ഇന്ത്യയുടെ ഒരു പ്രചരണം. കാരണം ഇത്തരം തീവ്രവാദികൾ ഇന്നിപ്പോൾ പാകിസ്ഥാൻ അവർക്കൊരു സേഫ് ഹെവനാണ്, അല്ലെങ്കിൽ മറ്റ് ചില ഇസ്ലാമിക് രാജ്യങ്ങളുണ്ട്. നാളെ ഈ ഇത്തരം ഭൂഖണ്ഡങ്ങളിലൂടെ ചേക്കേറി കൂടെന്നില്ല. അല്ല, അതെ, ഇന്ത്യയിൽ കുറ്റകൃത്യം നടത്തി ആഫ്രിക്കയിൽ പോയിക്കൂടാ എന്നില്ല. അപ്പോൾ തീർച്ചയായും അവരുമായിട്ടുള്ള ബന്ധം
അത്യാവശ്യമാണ്. ഈ മേഖലയിൽ കരാറുകൾ ആവശ്യമാണ്. ഇത് മൂന്നും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ യാത്ര. അതിൽ തന്നെ അദ്ദേഹം ആദ്യം ഘാന സന്ദർശിക്കുന്നുണ്ട്. ഈ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്ന രാജ്യം, രണ്ടാമത്തെ രാജ്യം. ഘാനയിൽ നിന്ന് അദ്ദേഹം അങ്ങോട്ടേക്കാണ് പോകുന്നത്. കരീബിയൻ മേഖലയിൽ ധാരാളം ഇന്ത്യൻ പോപ്പുലേഷനുണ്ട്, ഇന്ത്യൻ വംശജരുണ്ട്. ഈ കരീബിയൻ മേഖലയിലുള്ള ഇന്ത്യക്കാരുടെ 40% ഈ പറയുന്ന ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന രാജ്യത്താണ്. അപ്പോൾ അവർ ഇത്രയും നാളായി അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. കാരണം ഇന്ത്യൻ വംശജർക്കൊരു ആത്മവിശ്വാസം നൽകേണ്ടതുണ്ട്. അവർ തീർച്ചയായും പ്രവാസികളാണ്. അവരിൽ നിന്നുള്ള തീർച്ചയായിട്ടുമുള്ള നിക്ഷേപങ്ങളടക്കമുള്ളവ ആകർഷിക്കേണ്ട സാഹചര്യമുണ്ട്. അവരെ തീർച്ചയായും പ്രയോജനപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിൻ്റെ സന്ദർശനവും വളരെ പ്രധാനപ്പെട്ടതാണ്. അർജൻറ്റീന സ്വാഭാവികമായും വളരെ കാലം, എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഈ അർജൻറ്റീനയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഇന്ത്യക്ക് ക്രൂഷ്യലാണ്. ബ്രസീൽ സന്ദർശനം എന്ന് പറഞ്ഞാൽ ബ്രിക്സ് ഉച്ചകോടി ജൂലൈ 5 മുതൽ ജൂലൈ 8 വരെ ബ്രിക്സ് ഉച്ചകോടി അവിടെ നടക്കുകയാണ്. ഈ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മയെ ഇപ്പോൾ അമേരിക്ക പോലും ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ബ്രിക്സ് ഡോളറിനെതിരെ നാണയം കൊണ്ടുവരുമോ, പൊതു നാണയം കൊണ്ടുവരുമോ എന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നായി വിചാരിച്ചാൽ, കാരണം റഷ്യയും ചൈനയും ഇന്ത്യയും ഒരുമിച്ചൊരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് യൂറോപ്യൻ രാജ്യങ്ങൾക്കടക്കം ഭീഷണിയാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അമേരിക്ക പോലും ഉത്കണ്ഠയോടുകൂടി നോക്കിക്കാണുകയാണ്. അതൊരു വളരെ ശക്തമായ ഒരു കൂട്ടായ്മയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അടുത്ത കാലത്ത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ ആ ഒരു സമ്മേളനത്തിൽ ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായി. അതായത് പഹൽഗാം ഭീകരാക്രമണം അവിടുത്തെ ഒരു സംയുക്ത പ്രസ്താവനയിൽ ഉൾപ്പെടുത്തിയില്ല. പകരം ബലൂചിസ്ഥാൻ ഉൾപ്പെടുത്തുകയും ചെയ്തു. അത് പാകിസ്ഥാൻ ഒരു വലിയ നേട്ടമായി കാണുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം അത്തരം സാഹചര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ലാതിരിക്കാൻ ഇന്ത്യ മുൻകരുതൽ എടുത്തിട്ടുണ്ട്. ജോയിൻറ്റ് ഡിക്ലറേഷനിൽ പഹൽഗാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബ്രിക്സ് ഉച്ചകോടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രസീൽ സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രസീലുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. ഏറ്റവും ഒടുവിലത്തെ 5ാമത്തെ രാജ്യമായ നമീബിയയുമായിട്ടും വളരെ കാലം നമുക്ക് ബന്ധങ്ങളില്ലാതിരുന്ന ഒരു രാജ്യമാണ്. നമീബിയൻ പാർലമെൻറ്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട 5 രാജ്യങ്ങളിലേക്കാണ്. അത് ചെറിയ രാജ്യങ്ങളെന്ന് പറയാൻ കഴിയില്ല, 5 രാജ്യങ്ങളിലേക്കാണ്. മാത്രമല്ല ഇതെല്ലാം ഗ്ലോബൽ സൗത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ്. ഇന്ത്യ കഴിഞ്ഞ കുറേ കാലമായി ഗ്ലോബൽ സൗത്തിനെ ഉദ്ധരിക്കണം, ഗ്ലോബൽ സൗത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരാൻ ശ്രമിക്കുന്ന രാജ്യമാണ്. കാരണം ചൈന ഈ രാജ്യങ്ങളുടെ മേൽ ഇന്ത്യ ചെന്നില്ല എങ്കിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള സാഹചര്യമുണ്ട്. കുമാറെ, ഈ വേറൊരു ശ്രദ്ധേയമായ കാര്യം, ഈ 2015 ഇതേപോലെ ഒരു സുദീർഘമായ ഒരു യാത്ര ഇതിനു മുമ്പ് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. ഇന്ന് ഞാനിപ്പോൾ നമ്മൾ ഈ ചർച്ച എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ, മറ്റ് മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ, അത് ഇന്ത്യയിലുള്ള ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല, ലോക മാധ്യമങ്ങൾ പോലും മോദിയുടെ ഈ യാത്രയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. BBC-യിലും CNN, IBN-ലും ഒക്കെ വലിയ രീതിയിൽ, അതായത് ഫ്രണ്ട് പേജിൽ, അവരുടെ ഹോം പേജിൽ തന്നെ ഉണ്ട് ഈ മോദിയുടെ ഈ യാത്രയെ സംബന്ധിച്ചുള്ള വാർത്ത. 2015 നമുക്കറിയാം, ഇദ്ദേഹം യാത്ര തുടങ്ങുമ്പോൾ വലിയ ട്രോളുകളായിരുന്നു ഇന്ത്യയിൽ. പ്രധാനമന്ത്രി ടൂറിന് പോകുന്നു, ഉല്ലസിക്കാൻ പോകുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. 10 വർഷത്തിന് ഇപ്പോൾ നിൽക്കുമ്പോൾ ഇന്ത്യക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ വില എന്താണ്. അത് നമ്മൾ ഇവിടെ ഉള്ളവർ പറഞ്ഞിട്ടല്ല, അവിടെ ഇരിക്കുന്ന ഓരോ രാജ്യങ്ങളിലും ഉള്ള ഭാരതീയർ അതിൻ്റെ ഒരു വില അനുഭവിച്ചറിയുന്നുണ്ട്. അവർക്ക് കൃത്യമായി അതിൻ്റെ പരിഗണന ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വാഗ്മൊഴിയിലൂടെയാണ് ഇതൊരു വിശ്വാസ്യത ഇതിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പത്രമാധ്യമങ്ങൾ ആ ഒരു ട്രോളൊക്കെ മാറ്റി നിർത്തി വളരെയധികം യാഥാർത്ഥ്യബോധത്തോടു കൂടി, വളരെയധികം ഗൗരവത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ യാത്രയെ കാണുന്നത്. ഇത് ഈ പറഞ്ഞതുപോലെ വന്ന ഈ 10 വർഷം കൊണ്ടുണ്ടായ ഒരു വലിയ മാറ്റമല്ലേ ഇത്? തീർച്ചയായും കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങളെ ഗൗരവമായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ അതൊരു വിമർശനാത്മകമായ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ആയിരുന്നു. രാജ്യത്തിൻ്റെ പണം ചെലവഴിക്കുന്നു, 10 ലക്ഷത്തിൻ്റെ കോട്ടിടുന്നു, വിദേശത്ത് കറങ്ങി നടക്കുന്നു എന്നൊക്കെ രീതിയിലുള്ള ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴതല്ല, അവരെല്ലാം തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ യാത്രയെ റിപ്പോർട്ട് ചെയ്യാൻ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി ഒരു ലോങ് ട്രിപ്പ് പോകുന്നത്. തീർച്ചയായും യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന 2 രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ വിദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും കൗതുകത്തോടു കൂടി, ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് അവിടെ നിന്നും മറ്റു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു വലിയ വാർത്തയാണ്.
എന്തായാലും 4 ദിവസത്തെ ഒരു സംഘർഷം മാത്രമേ ഉള്ളൂ. അതൊരു വലിയ യുദ്ധമാണെന്നൊന്നും പറയാൻ കഴിയില്ല. എങ്കിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒട്ടേറെ സുരക്ഷാ ഭീഷണികളുള്ള ഒരു സമയമാണ്. ആ സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ഒരു വിദൂരതയിലേക്കുള്ള ഒരു അതാണ് എൻ്റെ ഒരു അടുത്ത ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഇദ്ദേഹം ഇത്തരത്തിൽ ചെല്ലുമ്പോൾ ഈ പറഞ്ഞതുപോലെ വലിയ രാജ്യങ്ങളല്ല, ഈ പറഞ്ഞ അവരുടേതായ മേന്മകളുണ്ടെങ്കിൽ പോലും എന്താ പറയാൻ, ഈ സൈന്യപരമായിട്ടൊന്നും വലിയ മുന്നേറ്റം നിൽക്കുന്ന രാജ്യങ്ങളല്ല. അപ്പോൾ ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സുരക്ഷ അത് ഏത് രീതിയിലാണ് ഉറപ്പാക്കാൻ കഴിയുക? പ്രത്യേകിച്ചും ഈ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വാല്യൂ ഉള്ള ഒരു നേതാവാണ് അല്ലേ, ജനനേതാവാണ് മോദി. അപ്പം അത്രയും ഒരു വാല്യൂ കൽപ്പിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഏത് രീതിയിലാണ് ഈ മറ്റ് രാജ്യങ്ങളിൽ നമ്മൾ ഉറപ്പുവരുത്തുക? തീർച്ചയായും അത് എനിക്ക് തോന്നുന്നു ഇന്ത്യ തന്നെയായിരിക്കും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള SPGയും അവരുമായി ചേർന്നുകൊണ്ട് രഹസ്യാന്വേഷണ ഏജൻസികളും ഒക്കെ തന്നെയായിരിക്കും. റോയ്ക്ക് ഇതിനകത്തൊരു വലിയ പങ്കുണ്ട്. തീർച്ചയായും അവർ തന്നെയായിരിക്കും പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുക. അത് ഏത് രാജ്യത്തായാലും. ഇപ്പോൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഒരുപക്ഷെ അവർക്ക് അത്ര വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ സുരക്ഷാ തലവേദന ഉണ്ടായിരിക്കില്ല. പക്ഷെ അമേരിക്കയിലും ഇപ്പോൾ അത്തരത്തിലുള്ള ഭീഷണികളുണ്ട്. കാരണം ട്രംപിൻ്റെ ചെവിയിലൂടെയാണ് വെടിയുണ്ട പാഞ്ഞുപോയതെന്ന് ഓർക്കണം. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് പോലും അവിടെ സുരക്ഷാ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ വിദേശ നേതാവിന് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകാം. അത് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ തന്നെയായിരിക്കാം. പ്രധാനമന്ത്രിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ടൈലർ മെയ്ഡ് സുരക്ഷാ സംവിധാനം ഇന്ത്യയിലുണ്ട്. അത് വിദേശ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് സാധ്യത. തീർച്ചയായും ഈ സുരക്ഷാ ഭീഷണി ഈ യാത്രാ സമയത്ത് വർദ്ധിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ പറയുന്ന രാജ്യങ്ങളിലൂടെയൊക്കെയാണ് പോകേണ്ടത്. വളരെ 8 ദിവസമാണ് പ്രധാനമന്ത്രി വിദേശത്തുള്ളത്. ധാരാളം വിമാനയാത്രകളുണ്ട്. അത് വലിയ സുരക്ഷാ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നതും. ഇതാണ് ഒന്നാമത്തെ കാര്യം, വിദേശ മാധ്യമങ്ങളടക്കം പ്രാധാന്യം നൽകാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിക്സ് സമ്മേളനം നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മൂവ്മെൻറ്റ് അത്ര രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്ക അടക്കം ഉത്കണ്ഠയോടുകൂടി കാണുന്നതാണ് ബ്രിക്സിൻ്റെ പ്രവർത്തനങ്ങൾ. എന്തായാലും ഈ പറഞ്ഞതുപോലെ 10 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു യാത്രയ്ക്ക് അന്ന് അദ്ദേഹത്തിന് ലഭിച്ച ഒരു പ്രതികരണമല്ല ഇന്നിവിടുത്തെ മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ നൽകുന്നത്. ഒരുപക്ഷെ ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയാണ് മോദിയുടെ ഈ ഒരു യാത്ര. പ്രധാനമന്ത്രിയുടെ ഈ വിശ്രമമില്ലാത്ത ഒരു യാത്രയും അദ്ദേഹത്തിൻ്റെ പ്രയത്നവും ഒക്കെ ഇതിനോടകം ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞതാണ്. അദ്ദേഹം ഒരു യാത്ര പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് ഒരു 100 അർത്ഥങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട്. അത് എല്ലാവർക്കും കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് വെറുതെ രാജ്യത്തിൻ്റെ പൈസ മുടക്കി ഉള്ള ഒരു യാത്രയല്ല അദ്ദേഹം നടത്തുന്നത്. അതും ഒരു വീക്ഷണമുള്ള പദ്ധതിയുമായിട്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം തിരിച്ചു വരുന്നത് അല്ലേ. രാജ്യത്തിന് അടുത്ത ഒരു 10 വർഷത്തേക്കോ 20 വർഷത്തേക്കോ 30 വർഷത്തേക്കോ നേട്ടമുണ്ടാക്കാവുന്ന ഒരു പദ്ധതി. ഒരുപക്ഷെ ഈ പദ്ധതി നടപ്പിലാകുന്ന കാലത്ത് നരേന്ദ്രമോദി ആയിരിക്കില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എന്നിട്ട് പോലും വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ചില കാഴ്ചപ്പാടുകളോടുകൂടിയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്തു വയ്ക്കുന്നത്. ഒരു തികഞ്ഞ ഒരു കുടുംബനാഥൻ എന്നുള്ളതുപോലെ, ഒരു കുടുംബത്തിൻ്റെ തലമുതിർന്ന കാരണവർ ഒരു കുടുംബത്തെ എങ്ങനെയാണ് അച്ചടക്കത്തോടെ അടച്ചുറപ്പോടെ വാർത്തെടുക്കുന്നത് പോലെയാണ് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി നടത്തുന്ന ഈ അഹോരാത്ര പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഭാഗമാണ് ഈ വരുന്ന സുദീർഘമായ യാത്ര. എന്തായാലും അദ്ദേഹത്തിന് സുരക്ഷിതമായ ഒരു യാത്ര ആശംസിക്കാം. ഈ പറഞ്ഞതുപോലെ ഒട്ടേറെ ഭീഷണികൾ നിലനിൽക്കുന്ന സമയമാണ്. ആ ഒരു ഘട്ടത്തിൽ ഭാരതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷയുടെ പൂർണ്ണ ഉത്തരവാദിത്വം പല ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെയും അതിൻ്റെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ 8 ദിവസം കൊണ്ട് അദ്ദേഹം ലോകം ഈ പറയുന്ന പോലെ കീഴടക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതെ, ഈ ബ്രിക്സ് ഉച്ചകോടിയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വിജയശ്രീ ലളിതനായിട്ടാണ് യാത്രയാവുന്നത് ഓപ്പറേഷൻസ്. അതെ 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 അതെ. നമസ്കാരം. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിൻ്റെ ID കാർഡ്,
ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.